சொன்னேன் என்று சொல்லடி கிளிய சோலை சூழ்மலை வாழ் வேலனிடம் என் நிலையை சொல்லச் சொன்னேன் என்று சொல்லச் சொன்னேன் என்று சொல்லச் சொன்னேன் என்று 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 ഹൈ ഹൈ സവാഷ് അല്ലാ ആരാ മാളപട്ടോ തിരുമൽ ദേവ ഒന്നും പറയണ്ട പണ്ടാറടങ്ങി ആകെ ബസ്കേറായി എന്താ ആറെണ്ണം ഉണ്ടല്ലോ രാകേശും രമേശും അവർ ഭയങ്കര തലവേദനയാണ് ഇപ്പൊ ഒരുത്തൻ കൂടി കൂടിയിട്ടുണ്ടല്ലോ അവന്റെ പേരെന്താണ് പറയാൻ കൊടുക്കേണ്ടത് ആൾ ഓമനക്കുട്ടൻ ഓമനക്കുഷ്ടം അതിനു വേണ്ടി ഞാൻ എന്ത് വേണം പിന്നെ കുഞ്ഞു മുഹമ്മദിനെ കോശിച്ചതിന് ഫോൺ കോൾ ഉണ്ടായിരുന്നു അവരെ തീർത്ത് കെട്ടണം അവനെ ഞാൻ തീർത്ത് കെട്ടും ഇല്ലെങ്കിൽ കെട്ടിയിട്ട് പിന്നെ തീർക്കും അതെ നിങ്ങൾക്ക് വലിയ പ്രയാസമില്ലാത്ത കാര്യമാണല്ലോ പിന്നെ നമ്മുടെ ആ പോലീസ് ഓഫീസർ ഉണ്ടല്ലോ അവന്റെ പേരെന്താണ് പറയാൻ കൊടുക്കേണ്ടത് അവന്റെ പേര് ഒരു വിനോദമാണ് വിനോദിനി അവന് ആദ്യം കൊടുക്കണം പിന്നെ ആകട്ടെ 3 പേർ ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ പിന്നെ എന്തിനാ എന്താണ് നമ്മുടെ സ്വർണ്ണ ബിസ്ക്കറ്റിന്റെ കാര്യം വളരെ ഭദ്രമായിട്ട് കൈകാര്യം ചെയ്യണം നമ്മളെ പോലീസ് അറിയരുത് നിങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അവർ നമ്മൾക്കിട്ട് നോക്കി പിടിക്കും നോക്കി പിടിച്ചാൽ എന്താ പിടിച്ചു നോക്കിയാൽ എന്താ നീ ഒന്നും പേടിക്കണ്ട ഞാനുണ്ട് പോകുമ്പോൾ മുത്തുവിനെയും കൂടി കൂട്ടിപ്പോ മുത്തു അരേ മുത്തു അങ്ങേ വരേ എന്ത് വിനോദിനെ തട്ടിയെന്നോ നന്നായി ഈ അനുഭവം തന്നെ രാകേഷിനും രമേശിനും ഉണ്ടായിരിക്കണം കൂട്ടത്തിൽ ചെത്തോമനയുടെ കാര്യം മറക്കരുത് കൊല്ലോട്ട ശരി സാർ വെക്കട്ടെ എന്റെ പൊന്നുമക്കളെ ആ മാണിക്കും മാളപട്ടും കൂടി എന്റെ പൊന്നുമക്കളെ കൊന്നു കളഞ്ഞല്ലോ മഹാഭാവികളെ എന്റെ മോനെ നീ അമ്മയെ വിട്ടു പോയല്ലോ മോനെ എന്റെ മോനെ ഈശ്വരാ എനിക്ക് ആരുമില്ലല്ലോ ഈശ്വരാ എന്റെ മോനെ നീ അമ്മയെ വിട്ടു പോയല്ലോ മോനെ എന്റെ മോനെ Dear officers from Crime Branch. നിങ്ങൾ യാതൊരു കാരണവശാലും ഞങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഈ കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് പോകാൻ പാടുള്ളതല്ല. നിങ്ങളുടെ പാസ്പോർട്ടും ബാങ്ക് അക്കൗണ്ടും ഞങ്ങൾ കണ്ടുകെട്ടിക്കഴിഞ്ഞു. ആ സ്ഥിതിക്ക് ഞങ്ങളോട് സഹകരിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. നമ്മുടെ രാകേഷിന്റെ അസുഖമൊക്കെ സൈക്യാട്രിസ്റ്റിനെ കണ്ടതോടെ പമ്പ കടന്നു. മുരുക അവൻ നന്നായിരിക്കട്ടെ. എന്നിട്ട് അവൻ എവിടെ? അവര് വല്ല ബീച്ചിലോ പാർക്കിലോ പോയി കാണും. ചെറിയ പ്രായല്ലേ, അവര് പോയിട്ട് വരട്ടെ. അവരുടെ സന്തോഷല്ലേ എന്റെ സന്തോഷം. അത് പിന്നെ പറയാണ്ട് ചേച്ചി. ചേച്ചി എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. അതാണ് എന്റെയും സന്തോഷം. കഴിഞ്ഞതെല്ലാം ചേച്ചി മറക്കണം.
എന്റെ പിരിമോനെ പറ്റി വിചാരിക്കാത്ത ദിവസങ്ങളില്ല. അവനിപ്പോ ജീവിച്ചിരുന്നെങ്കിൽ. ചേച്ചി എന്താണ് ഇങ്ങനെ കരയണേ? എല്ലാം മറക്കാനുള്ള കഴിവും ദുഃഖം താങ്ങാനുള്ള ശക്തി ഉണ്ടായിരിക്കണം. നിനക്കതൊക്കെ പറയാൻ എളുപ്പമാണ്. എന്റെ കുഞ്ഞിന്റെ കാര്യം. ചേച്ചി നോക്കിക്കേ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ പടങ്ങും. ചേച്ചിക്ക് ഇപ്പോഴാവശ്യം വിശ്രമാ. പോ നടക്കൂ. മോനെ രമേശേ, നിന്റെ ഈ കുടി ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ. വല്യമ്മ എന്തായി പറയുന്നത്? കുടി നിർത്താനോ? അതെ, എന്റെ മോൻ വിനോദ് മരിച്ചതിന് ശേഷം എനിക്ക് ഏക ആശ്വാസം നീയും രാകേഷുമാണ്. മോനെ, നീ ഇങ്ങനെ നശിക്കുന്നത് കാണാൻ എനിക്ക് ശക്തിയില്ല. ഈ വല്യമ്മ ഇങ്ങനെ വേദനിപ്പിക്കരുത്. നിന്റെ അമ്മയാണ് നിന്നോടത് പറഞ്ഞിരുന്നെങ്കിൽ നീ അനുസരിക്കില്ലേ? അതെ, എന്റെ നിറയിൽ തൊട്ട് സത്യം ചെയ്യ്, നീ ഇനി കുടിക്കില്ലാന്ന്. മോനെ, നീ നന്നായി വരും. നമസ്കാരം. നമസ്കാരമുണ്ട്. ഇരിക്കാൻ കൊടുക്കടോ. ഇത്തിരി വിശേഷു സുഖനൈവേ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? എന്ത് വിശേഷം? ഞാൻ വന്നത് ഒന്നും പറയണ്ട. കൂടുതലായി ജാനകിയമ്മ ഒന്നും പറയാൻ കൊടുക്കണ്ട. നമ്മൾ ഗൗരിയെ അവന് കൊടുക്കില്ല. നമ്മുടെ തലയിൽ സ്കഡ് മിസൈൽ വന്ന് വീഴാൻ പോണെന്ന് പറഞ്ഞാലും ശരി, തിരുമൽ ദേവനാണ് സത്യം. നമ്മൾ ഗൗരിയെ അവന് കൊടുക്കില്ല. അങ്ങനെയല്ല പട്ടു, ഒന്നുകൂടെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്താ പോരെ? ജാനകിയമ്മയ്ക്ക് എന്താണ് നമുക്കില്ലാത്ത താല്പര്യം ഗൗരിയിൽ? എനിക്ക് ആകെ ഉണ്ടായിരുന്നവൻ എന്നെ വിട്ടിട്ട് പോയി. ഭട്ടിനും ഗൗരി മാത്രമല്ലേ ഉള്ളൂ. എന്താണോ ജാനകിയമ്മയെ പറയാൻ കൊടുക്കേണ്ടത്? ഗൗരി നമ്മുടെ മകളാണ്. അവളുടെ കാര്യം നമ്മൾ നോക്കിക്കോളാം. ഗൗരിയുടെ സന്തോഷല്ലേ ഭട്ടിന്റെ സന്തോഷം. തന്നെയുമല്ല, അവര് കൂടുതൽ അടുക്കുകയും ചെയ്തു. കണ്ട നല്ല ജോഡി. നമ്മൾ ജാനകിയമ്മയോട് പറഞ്ഞോ അവരോട് അടുക്കാൻ കൊടുക്കാനായിട്ട്? നമ്മുടെ ലാസ്റ്റ് തീരുമാനമാണിത്. ജാനകിയമ്മയ്ക്ക് വേറെ എന്തെങ്കിലും പറയാൻ കൊടുക്കാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോടോ. ഭട്ടിനെ തലയ്ക്ക് വട്ട. രണ്ടും ഒന്ന് തന്നെയാണ്. ബട്ടും ബട്ടും ഒന്ന് തന്നെയാണോ? കാലത്തു തന്നെ തല പിടിക്കാൻ വന്നിരിക്കാണോ പണ്ടാരടുക്കാൻ? ഞാനേ അവിടെ കല്യാണം നടത്തി കൊടുക്കും, നോക്കിക്കോ. അത് കൊള്ളാം. ആർക്കാണ്? മുട്ടയാണോ ഇത്? പണ്ടാറ്. ചോറ് തിന്നാൻ വാ. എനിക്ക് ചോറ് വേണ്ട, വിശപ്പില്ലപ്പ. നീ കരയണതിന്റെ കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ കൊടുക്കുന്നുണ്ട്. അവനെ നീ മറന്നു കളഞ്ഞേക്കൂ. അവനേക്കാൾ നല്ല സുന്ദരനായ ചെറുക്കനെ അപ്പ മോൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാം. തിരുമൽ ദേവനാണ് സത്യം. അപ്പനാണ് പറയണത്. മോള് വാ. എനിക്കൊന്നും വേണ്ട. അഗോ ധുവോ ഹങ്കയോ ധരായോ ഗോ ധരായോ. പിടിച്ചോ. ഇനിയുള്ള മുറുക്കരിക്കണം. ശരി. ഹലോ തന്നെ പ്ലീസ് പ്ലീസ്. എന്നല്ല അവിടെ
ആരാ വന്ന് അയച്ചത്? താനാണോ ഞങ്ങളെ തല്ലാൻ ആളെ അയച്ചത്? തിരുമൽ ദേവനാണ് സത്യം. നമ്മൾ ആർക്കും തല്ലാൻ കൊടുത്തിട്ടില്ല. ഓഹോ, കൊടുത്തിട്ടില്ലല്ലേ? നമ്മൾ ആർക്കും തല്ലാൻ കൊടുത്തിട്ടില്ലേ? എന്നാ പോട്ടെ. ശരി. ആ സരി സരി. തിരുമൽ ദേവ, നമ്മളെ താറായില്ലോ. ഇതെന്താണ് ഇവിടെ മതിൽ പോക്കി നോക്കാൻ പറ്റില്ല പട്ടാറ. ഏതാണ് വഴി? അതിലേ പോകാം. അതിലേ പോയിട്ടില്ലെങ്കിൽ ഇതിലേ പോകാം. ഇതിലേ അതിലേ പോകാം. ഏതിലെങ്കിലും പോകാം പട്ടാറം.